ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുന്ദുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്നൊരു കാർ കെയർ വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ഇന്ന് ഞാൻ അപ്പം സിനിമാറ്റിക് മോഡിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതാണ് നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു സ്ലോ വൈബ് ഫീലിംഗ് വരുന്നത്. അപ്പം ഞാൻ നമ്മുടെ കാറിനെ കഴിഞ്ഞ ദിവസം ഓടിച്ചുകൊണ്ട് വന്നിട്ട് വച്ചിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഞാൻ പുറത്തിറക്കിയില്ല. വീണ്ടും അതിൻ്റെ അടുത്ത ദിവസം സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് വണ്ടിക്ക്. സോ അത് നമ്മൾ കാണിച്ചിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സിനിമാറ്റിക് മോഡ് പല രംഗങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. താ കിടക്കുന്ന നമ്മുടെ ഷടകം വയ്യാതെ ഉവാവ പിടിച്ചെങ്കിൽ ഇന്നലെ നമ്മൾ ഇതേ മെക്കാനിക്സിനെ വിളിച്ച ആ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടാക്കുന്ന പാവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കൊണ്ടുപോയി നോക്കണം. എന്തോ ഇലക്ട്രിക്കൽ ചെറിയ മിസ്സിങ് എന്തോ കാര്യങ്ങളാണ്. കാരണം ഈ ചാർജ് ലീക്ക് ഔട്ട് ആവുന്ന പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു ഒരു 6-7 മാസം മുമ്പ്. വീണ്ടും ആ ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പ് വരെ പോകാം. നമ്മുടെ ഷടകം റെഡി ആയിട്ടുണ്ട്. ഞാനിനി എന്ത് ചെയ്യാം, പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കി രംഗങ്ങളാണ്. അതിലും ഇതിനെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുണ്ട്. അവിടെയും ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ കുറച്ച് ലാഗായി. ഇതിന് ഞം തിന്നാനുള്ള സ്ഥാനം കൊടുക്കണം. അപ്പോൾ എവിടെയാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അവിടെ കൊണ്ടുപോയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ എങ്ങോട്ട് പോകാൻ. നമുക്ക് നമ്മുടെ കാർ ഡോക്ടർ, അതായത് കാറിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. സോ ഞാൻ വണ്ടിയുടെ ചാവി എടുത്ത് ഷടകം ഓണാക്കട്ടെ. ബൈ, സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ പോകുന്നു ഡിയേഴ്സ് കാർ കെയർ ക്ലിനിക്കിലേക്ക് പോകാം. ബൈ, കമോൺ. അങ്ങനെ കാർ സ്റ്റാർട്ടാക്കി, ഗിയർ ഷിഫ്റ്റ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, സ്റ്റിയറിംഗ് തിരിച്ചു. ഇതേ പോകുന്നു ഷടകം. ഇനി ഞാൻ വീടിൻ്റെ വെളിയിൽ ഇറക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മതിലെ കൊണ്ടുപോയി ഇടിച്ച് ഡിസാസ്റ്റർ ദുരന്ത നിവാരണമാകും. അതിനുശേഷം വീഡിയോ പുറത്തിറങ്ങിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഷടകം വീടിൻ്റെ പുറത്ത് തന്നെ ഇറക്കി. വീടിൻ്റെ ഫ്രണ്ട് റോഡ് കാണാം. ഇനി നമ്മൾ ടാറ്റ പോകുകയായി എങ്ങോട്ടാ, കാർ വർക്ക്ഷോപ്പിലേക്ക്. ബൈ. സീറ്റ് ബെൽറ്റ് ഇടട്ടെ. അടുത്ത വണ്ടിക്ക് തീറ്റ കൊടുത്തു. അതിൻ്റെ ചെറിയ ഫൂട്ടേജ് പെട്രോൾ പമ്പിന്. സോ ആ കാണുന്നതാണ് നമ്മുടെ കാർ കെയർ ക്ലിനിക് വർക്ക്ഷോപ്പ്. സോ ഞാൻ അങ്ങോട്ടേക്കാണ് ശകടം കൊണ്ടുപോകുന്നത്. ബാക്കി അതിനകത്ത് കയറിയിട്ട് കാണാം. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലെ ചേട്ടന്മാർ രണ്ടുപേരും നോക്കുന്നു. ഇനി ഞാൻ തിരിച്ച് തന്നെ നമ്മൾ നമ്മുടെ ഷടകം കൊടുത്തിട്ട് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി ഡിയേഴ്സ്. ആ ഒരു ഓട്ടോ ഷടകം ബാക്കിൽ നിന്ന് വരുന്നു. ഇതൊരു 1.5 തേരിയാണ്. ഈ ഭാഗത്തുള്ളവർക്ക് അറിയാം, ഭയങ്കര തേരിയാണ്. പക്ഷെ നടക്കാം. ഈ കാർ കെയർ ക്ലിനിക്ക് നമ്മുടെ വീട്ടിൻ്റെ ഒരു 650 മീറ്ററിനുള്ളിൽ വരുന്നൊരു ക്ലിനിക്കാണ്. സോ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഈസിലി എത്താം. പിന്നെ വല്ലപ്പോഴും സ്റ്റാമിനയും വേണം. ഡാൻസേഴ്സിന് സ്റ്റാമിന അത്യാവശ്യമാണ്. ഓക്കെ. സോ നടത്തം വയറിന് നല്ല എക്സസൈസാണ്, വയറ് കുറയാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുവാണ്, പോയിക്കൊണ്ടിരിക്കുക. ഈ റോഡൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കറിയാം, അല്ലാത്തവർക്കറിയാൻ ചാൻസ് ഇല്ല. സോ ഈ വണ്ടി പോയി എടുക്കുന്ന വേറൊരു വ്ളോഗുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇത്രയാണ് കാർ കുട്ടനെ ക്ലിനിക്ക് വരെ കൊണ്ടുപോകുന്ന വ്ളോഗ്. പെട്രോൾ പമ്പിൽ പോയപ്പോൾ പെട്ടെന്ന് ഞാനിവിടെ ഷൂട്ട് ചെയ്തില്ല. അതുപോലെ മൊബൈൽ അവിടെ എടുത്തുവിടല്ലോ. പക്ഷേ എൻഡിൽ ഞാൻ എടുത്തു. ഓക്കെ. സോ ഇന്നത്തെ ഡേ ഇങ്ങനെ അങ്ങ് പോയി. ഇനി PSCയും കാര്യങ്ങളും നോക്കണം. ഇനി PSCയും കാര്യങ്ങളും പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. ഡാൻസിൻ്റെ പ്രാക്ടീസ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്താറായി.
ഈ റോഡ് നേരെ ഇറങ്ങിയാൽ സിന്ധുജിയുടെ വീട്ടിൻ്റെ ലൊക്കേഷൻ്റെ ഇപ്പുറത്തായി. സോ നമ്മൾ വീടെത്താറായി. ഇവിടെ നിന്ന് 3ാമതാ കാണുന്ന വീടാണ് നമ്മുടെ വീട്. സോ വീട്ടിൽ കയറട്ടെ. സോ അങ്ങനെ ഞാൻ വീടെത്തി. വീട്ടിൽ നമ്മുടെ ബാക്കി വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വാഹനം മാത്രം ഡോക്ടറിൻ്റെ അടുത്ത് വിട്ടേക്കുവാണ്. ഇനി എൻ്റെ കയ്യിൽ ഞാൻ അതിൻ്റെ ഇതൊക്കെ എടുത്തു, RC ബുക്കും കാര്യങ്ങളുമൊക്കെ. ഇന്ന് തരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇനി തരുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നൊരു വ്ളോഗ് കാണിച്ചു തരാം. So that was the end of today's vlog. See you all in the next vlog. Take care. Bye.